ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ OSI റെഫറൻസ് മോഡലിന്റെ ഒരു 7 ലെയേഴ്സിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ആ മോഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് യു കോൾ ദാറ്റ് പർട്ടിക്കുലർ കൺസെപ്റ്റ് ആസ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയും. നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നോർമലി എന്താണ് ബേസിക്കലി ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് നമുക്ക് എന്താണ് പറയുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു പക്ഷെ നമ്മൾ ചില നമ്മൾ ഈ ഗവൺമെന്റ് ഓഫീസേഴ്സ്, അതായത് പോലീസിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അതുപോലെയുള്ള ടോപ്പ് ലെവൽ മിനിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്കും അവര് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, ഈ സല്യൂട്ട് അടിക്കുക എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ശരിക്കും പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, ഒരു സെറ്റ് ഓഫ് റൂൾസിനെ, അതായത് ഏതെങ്കിലും രീതിയിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു റൂൾസിനെ അവർ ഓൾറെഡി അത് ട്രെയിൻ ചെയ്തിട്ടുണ്ടാകും. അത്തരം റൂൾസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ബേസിക്കലി പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഒരു കമ്പ്യൂട്ടറിന്റെ കൺസെപ്റ്റിലും, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയിലും നമുക്ക് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, രണ്ട് കമ്മ്യൂണിക്കേഷൻ പാർട്ടീസ് എന്ന് പറയുന്ന രണ്ട് കമ്മ്യൂണിക്കേഷൻ പാർട്ടീസ്, രണ്ട് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. A-B എന്ന് പറയുന്ന ഒരു സെൻഡറും റിസീവറും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ട് കമ്മ്യൂണിക്കേഷൻ പാർട്ടീസ് തമ്മിൽ ഏതെങ്കിലും തരത്തില് ഒരു ആശയവിനിമയം നടക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും ഫോളോ ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് റൂൾസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെയാണ് യു കോൾ ഇറ്റ് ആസ് എ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഹലോ, സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ ഒരു കണ്ടക്സിലാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ട് പറയുന്നത്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിള് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു മിനിസ്റ്ററിനെയോ അല്ലെങ്കിൽ ഒരു ഹയർ ഒഫീഷ്യലിനെയോ കാണുമ്പോൾ ഇത്തരം ആർമി അല്ലെങ്കിൽ പോലീസ് അത്തരം ആൾക്കാർ ചെയ്യുന്ന ഒരു സംഗതി. രണ്ടാമത്തെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളൊരു ഫോൺ വിളിക്കുമ്പോൾ, നമ്മൾ ആരെങ്കിലും ഒരാളെ ഫോൺ വിളിക്കുന്ന സമയത്ത് നമ്മൾ ആ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയാറുണ്ട് അല്ലെ. ഹലോ എന്ന് പറഞ്ഞിട്ടെന്നാണ് നമ്മൾ അഭിസംബോധന ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ആ വ്യക്തിയെ നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ജസ്റ്റ് ഒന്ന് ഒരു ഹെലോ എന്ന് പറയുന്ന, നമ്മുടെ സൈഡിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ വ്യക്തിയെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക. അതും ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രോട്ടോകോൾ. എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എത്രയേ ഉള്ളൂ, നമ്മൾ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് അപ്പുറത്തെ സൈഡിൽ ആരാണ്, അല്ലെങ്കിൽ അവിടെ ഒരാള് ആ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംഗതി നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ആയിട്ട് ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടപ്പിലാക്കുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയെ നമ്മൾ പറയുന്ന പേരാണ് യു കോൾ ഇറ്റ് ആസ് എ പ്രോട്ടോകോൾ. ക്ലിയർ ആണോ? ജസ്റ്റ് നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യണമെന്നില്ല, ജസ്റ്റ് അതിനകത്തൊരു തംബ്നെയിൽ ഇട്ടാലും മതി. ഓക്കെ, ശരി. ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ. അപ്പൊ ഇവിടെ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, എങ്ങനെ ആശയവിനിമയം നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ രണ്ട് സിസ്റ്റംസ്, ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 1-2 കാര്യങ്ങൾ OSI റെഫറൻസ് മോഡൽ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ദാറ്റ് മീൻസ് എന്താണ്, ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ട്. ആ ഡിഫറെന്റ് ലെയേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് നമ്മൾ പല ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ ഉള്ള സിസ്റ്റംസ് ആയിരിക്കും അതിനകത്ത് നടക്കുന്നത്, അതിനകത്ത് ഇൻവോൾവ് ആകുന്നത് അല്ലെ. അതായത് എല്ലാ സിസ്റ്റവും ഒരുപോലുള്ള കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ആകത്തില്ല. ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലുള്ള കൺസെപ്റ്റ് ആണെങ്കിലും എല്ലാം ഒരുപോലെ ഇരിക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് നടക്കണം. പ്രോപ്പർ ആയിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ സക്സസ് ആകണം. അതായത് ഡേറ്റ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നും അടുത്ത പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു കാരണവശാലും അതിൽ ലോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, എറേഴ്സ് ഉണ്ടാകാൻ പാടില്ല, അതായത് മീനിങ്ലെസ് ആയിട്ട് പോകാൻ പാടില്ല. അതൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കളക്ഷൻ ഓഫ് സ്റ്റാൻഡേർഡ് റൂൾസിനെയാണ് നമ്മൾ ബേസിക്കലി പ്രോട്ടോകോൾസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അവിടെ പ്രോട്ടോകോൾ ബേസിക്കലി ഒരു കോമൺ ലാംഗ്വേജ് ആണ്. അതായത് രണ്ട് കമ്മ്യൂണിക്കേഷൻ പാർട്ടീസ് എന്ന് പറയുന്നത് രണ്ട് പ്ലാറ്റ്ഫോമിലായിരിക്കും നിന്നിട്ട് വർക്ക് ചെയ്യുന്ന. പ്ലാറ്റ്ഫോം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കോമ്പിനേഷനിലുള്ള ഡിഫറൻസിനെയാണ് അവിടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന പെർട്ടിക്കുലർ കണ്ടക്സില് എന്താണ്, ഇപ്പൊ
ഈ പറയുന്ന രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിഫറെന്റ് പ്ലാറ്റ്ഫോം എന്നുള്ളത് ഒരിക്കലും ആശയവിനിമയത്തിന് തടസ്സമുണ്ടാകാൻ പാടില്ല. ആ കുറവ് നികത്തുന്ന കളക്ഷൻ ഓഫ് റൂൾസിനെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ശരി. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ, നമുക്ക് കുറച്ച് പ്രോട്ടോകോൾസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും അതിനകത്ത് പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന യു കോൾ ദാറ്റ് പെർട്ടിക്കുലർ കൺസെപ്റ്റ് ആസ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന് പറയും. ഓക്കെ, TCP ബാർ IP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ് അതിന് പറയുക. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ട്രാൻസ്മിഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ആ വാക്കിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് പറയാമോ? ട്രാൻസ്മിഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ ഒന്ന് ഷെയർ ചെയ്തോളൂ. അതിൽ എക്സ്പ്ലെയിൻ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ ചെറിയൊരു ഐഡിയ ഉണ്ടോ? ഞാൻ പറയട്ടെ. ഓക്കെ, ഞാൻ പറയാം, കുഴപ്പമില്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഈ ട്രാൻസ്മിഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംഗതി വേറെ ഒന്നുമില്ല. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ഫാൻ യൂസ് ചെയ്യുന്നില്ലേ? ഈ ഫാനിനകത്ത് നമ്മൾ റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതി യൂസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ റെഗുലേറ്റർ? എന്താണ്? സ്പീഡ് കൺട്രോൾ ചെയ്യാൻ. പറഞ്ഞോളൂ. സ്പീഡ് കൺട്രോൾ. അതെ, നമ്മളെ വാഹനങ്ങളിലെ ആക്സിലറേറ്റർ എന്ന് പറയുന്ന ഒരു സംഗതിയും അതുപോലെ വീട്ടിൽ യൂസ് ചെയ്യുന്ന റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ എന്താണ്, സ്പീഡ് കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ട്രാൻസ്മിഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത്, ഞാൻ അവിടെയും ഒരു ചെറിയൊരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ, നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ പാക്കറ്റ്സിന്റെ ട്രാൻസ്മിഷൻ പറഞ്ഞു അല്ലെ. നമ്മൾ ഏതോ ഒരു ക്ലാസ്സിൽ ഫയർവാൾസ് ഒക്കെ പഠിപ്പിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഒരു റൗട്ടറിൽ നിന്നും അടുത്ത റൗട്ടറിലേക്ക് കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി ഡേറ്റ പാക്കറ്റ്സ് എന്ന് പറയുന്നത് മുന്നോട്ട് നീങ്ങുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് സമയം ഒരേ സമയത്ത് ഒരുപാട് പാക്കറ്റ്സ് എന്ന് പറയുന്നത്, ഒരുപാട് ഡേറ്റ പാക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് പോകുന്നതെങ്കിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അവിടെ കൺജഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. കൺജഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുപ്പിക്കഴുത്ത് പോലെ ഉള്ള ഒരവസ്ഥ അല്ലെ. കമ്മ്യൂണിക്കേഷൻ ചാനലിനകത്ത് ഈ പറയുന്ന ഒരു സ്ഥലം ഇല്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് അത്രയും എലിമെന്റ്സിന് മുന്നോട്ട് നീങ്ങാനോ അതിനെ അത്രയും പാക്കറ്റ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കൺജഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് അവിടെ റെഗുലേറ്റഡ് ഫ്ലോ എന്ന് പറയുന്ന, അതായത് പാക്കറ്റ്സ് വലിച്ചു വാരി ഓരോ റൗട്ടറിൽ നിന്നും അടുത്ത റൗട്ടറിലേക്ക് ചുമ്മാ അങ്ങനെ പോകാൻ പറ്റത്തില്ല. കാരണം കോടിക്കണക്കിന് ഡേറ്റ പാക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഒരു സെക്കൻഡിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ കടന്നു പോകുന്നത് നമുക്കറിയാം അല്ലെ. അപ്പൊ ആ ഡേറ്റ എന്ന് പറയുന്നത് എല്ലാം കൂടെ മിക്സപ്പ് ആകാനും പാടില്ല. കൃത്യമായിട്ട് വിത്തിൻ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആ പറയുന്ന റൗട്ടറിന്റെ അടുത്ത് എത്തുകയും വേണം. നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മൾ അയക്കുന്ന മെസ്സേജ് ഏത് റൗട്ടറിലോട്ടാണോ അല്ലെങ്കിൽ ഏത് നെറ്റ്വർക്കിലാണോ കയറേണ്ടത് ആ നെറ്റ്വർക്കിലേക്ക് ചെന്ന് കയറുകയും വേണം കൃത്യമായിട്ട് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ ഒരിക്കലും എല്ലാ പാക്കറ്റ്സിനെയും ഒരേ സമയം ട്രാൻസ്മിറ്റ് ചെയ്ത് വിടാനും പറ്റത്തില്ല. അവിടെയാണ് നമുക്ക് ട്രാൻസ്മിഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു റെഗുലേറ്റഡ് ഫ്ലോ ഓഫ് പാക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രമേ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ പാക്കറ്റ്സിന്റെ ഒരു ഇത്ര സമയത്ത് ഇത്ര പാക്കറ്റ്സ്, അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ചാനലിന് താങ്ങാൻ പറ്റുന്ന അത്രയും നമ്പർ ഓഫ് പാക്കറ്റ്സ് മാത്രമേ ഒരു സമയത്ത് നമ്മൾ വിടത്തുള്ളൂ. അതിനെയാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് കൺജസ്റ്റഡ് ആകാതിരിക്കാൻ, അല്ലെങ്കിൽ അതിനകത്ത് എല്ലാം കൂടെ ഹാങ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് റെഗുലേറ്റ് ചെയ്ത് മാത്രമേ നമ്മൾ പാക്കറ്റ്സിനെ കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെയും റൗട്ടേഴ്സിലൂടെയും എല്ലാം കടത്തി വിടത്തുള്ളൂ. ഇല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസിനെ, നെറ്റ്വർക്ക് സ്പീഡിനെ ബാധിക്കും. അത് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന പെർട്ടിക്കുലർ ഫംഗ്ഷനെയാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയും. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും, നമ്മൾ കേരളത്തിൽ താമസിക്കുന്നു, ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ നമുക്കുണ്ട് അല്ലെ. നമ്മുടെ വീട് ഇരിക്കുന്നതിന്റെ അഡ്രസ് എന്നാണ് നമ്മൾ അതിന് പറയുക. ഇപ്പൊ നമ്മുടെ പോസ്റ്റ് ഓഫീസിനകത്ത് ചെന്ന് നമ്മുടെ വീട് ഇരിക്കുന്ന ലൊക്കേഷനിലെ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഈ അഡ്രസ്സിൽ ആരാണ് താമസം, അല്ലെങ്കിൽ ഏത് പേരാണ്, മിനിമം ഒരു പേരെങ്കിലും ഈ പോസ്റ്റ് ഡെലിവർ ചെയ്യുന്ന ആൾക്ക്, പോസ്റ്റ്മാൻ അല്ലെങ്കിൽ പോസ്റ്റ് വുമൺ എന്ന് പറയുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും. സോ ദാറ്റ് മീൻസ് ഈ ഭൂമിയിൽ എവിടെയോ നമുക്ക് കൃത്യമായിട്ട് ഒരു അഡ്രസ് ഉണ്ട്, നമ്മൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് നമ്മളെ കിട്ടുന്ന സ്ഥലം എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇന്റർനെറ്റിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന ഏതൊരു പെർട്ടിക്കുലർ സിസ്റ്റം, അല്ലെങ്കിൽ നോഡോ ഹോസ്റ്റോ സിസ്റ്റം എന്ത് വേണേലും പറയാം. അതൊരു ലാപ്ടോപ്പോ PC യോ
ടാബ്ലറ്റോ മൊബൈൽ ഫോണോ എന്തോ ആയിക്കോട്ടെ, സ്മാർട്ട് ഫോണോ എന്തോ ആയിക്കോട്ടെ, അത്തരം കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് നോർമലി ഒരു ഇന്റർനെറ്റിനകത്ത് കണക്റ്റഡ് ആകുമ്പോൾ അതിനൊരു അഡ്രസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും. ഒരു 32-bit അഡ്രസ് എന്ന് പറയുന്ന 32-bit എന്ന് പറഞ്ഞാൽ ബൈനറി സീറോസ് ആൻഡ് വൺസിന്റെ കോമ്പിനേഷൻ വരുന്ന ഒരു 32-bit അഡ്രസ് എന്ന് പറയുന്നത് അവിടെ അസൈൻ ചെയ്യും. ആ അഡ്രസ് അതിന് IP അഡ്രസ് എന്നാണ് പറയുക, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന് പറയും. അത് 192.168 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്കത് കാണാൻ പറ്റുക. പക്ഷെ അതിനകത്ത് 32-bit ഇൻഫർമേഷൻ ആണ് ഉള്ളത്. 32 ബിറ്റ്സ് വെച്ചിട്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഓരോ റൗട്ടേഴ്സും എങ്ങോട്ടാണ് ഈ ഓരോ പാക്കറ്റ്സിനകത്ത് നമുക്ക് സെൻഡർ ID ഉണ്ടാകും, ഡെസ്റ്റിനേഷൻ അതായത് സെൻഡർ IP അഡ്രസ്സും ഉണ്ടാകും, ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സും ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, അതായത് നമ്മൾ അയക്കുന്ന വാട്സാപ്പിൽ അയക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മെയില്, അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്, പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നെറ്റ്വർക്കിലേക്ക് ഇറക്കി വിടുന്നത് ആരാണ്? റൗട്ടേഴ്സ് എന്ന് പറയുന്ന ഡിവൈസസ് ആണ് അല്ലെ. അപ്പൊ ഈ റൗട്ടേഴ്സിന് കറക്റ്റ് ആയിട്ട് ഏതൊക്കെ ഈ IP അഡ്രസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ച് റൗട്ടേഴ്സിന് കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും. എങ്ങോട്ടാണ് ആ പാക്കറ്റ് എന്ന് പറയുന്നത് പോകേണ്ടത് എന്നുള്ളതിനെല്ലാം റൗട്ടേഴ്സിന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. നമ്മൾ ഒരിക്കൽ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ, റൂട്ടിംഗ് ടേബിൾസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോ ആ അഡ്രസ്സാണ്, ആ ഇന്റർനെറ്റിനകത്ത് കണക്റ്റഡ് ആകുന്ന ഡിവൈസിന്റെ അഡ്രസ്സിനെയാണ് നമ്മൾ IP അഡ്രസ് എന്ന് പറയുന്നത്. ആ IP അഡ്രസ് വെച്ചിട്ടാണ് റൗട്ടേഴ്സ് കൃത്യമായിട്ട് നമ്മൾ അയക്കുന്ന മെസ്സേജ് അതിനെ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ചാനലിലോട്ട് ഇറക്കി വിട്ട് ഡിഫറെന്റ് നെറ്റ്വർക്കിലുള്ള ആർക്കാണോ അത് പോകേണ്ടത് ആ കറക്റ്റ് ആ നെറ്റ്വർക്കിനകത്തുള്ള റൗട്ടറിന്റെ കയ്യിലേക്ക് എത്തിക്കുന്നതും ആ റൗട്ടറാണ് പിന്നീട് നമ്മൾ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത് ആ വ്യക്തിയുടെ സിസ്റ്റത്തിലേക്ക് അവനെ കണക്ട് ചെയ്യിക്കുന്നത്. ക്ലിയർ? ഓക്കെ ആണോ ഇത്രയും? അത് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു തംസപ്പ് തന്നെ. ഓക്കെ, ശരി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണേ. സ്പീഡ് കൂടി പോകുന്നില്ലല്ലോ അല്ലെ? ശരി, ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് രണ്ടാമത്തെ പോയിന്റ്, സെറ്റ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് റൂൾസ് ദാറ്റ് ഓളോസ് കമ്പ്യൂട്ടേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ എ നെറ്റ്വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റൊരു പോയിന്റ് തന്നെയാണ്. ഇറ്റ് വർക്ക്സ് ബൈ ബ്രേക്കിംഗ് ഡേറ്റ ഇൻ ടു സ്മോൾ പാക്കറ്റ്സ്, അസൈനിങ് ദം അഡ്രസ്സസ് ആൻഡ് ദെൻ റൂട്ടിംഗ് ദീസ് പാക്കറ്റ്സ് ടു ദ ഡെസ്റ്റിനേഷൻ വേർ ദ റീഅസംബിൾഡ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ റൗട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളൊരു റോക്കറ്റ് പോലെ, ഇപ്പൊ നമ്മുടെ ISRO അല്ലെങ്കിൽ VSSC പോലെയുള്ള ഓർഗനൈസേഷൻസ് റോക്കറ്റ് വിടുന്ന സമയത്ത് അതിന്റെ ഡിഫറെന്റ് പാർട്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ത്യയുടെ പല ലൊക്കേഷൻസിലായിട്ടായിരിക്കും അവർ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. ആ ഡെവലപ്പ് ചെയ്യുന്നതെല്ലാം ഈ വിക്ഷേപണം നടത്തുന്ന പെർട്ടിക്കുലർ പോയിന്റിൽ കൊണ്ടെത്തിക്കുന്നത് എങ്ങനെയായിരിക്കും? ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ വലിയ വലിയ ലോറികളിലോ ഒക്കെ ആയിരിക്കും കൊണ്ടെത്തിക്കുന്നത് അല്ലെ. എന്നിട്ട് അവിടെ വെച്ചല്ലേ റീകണക്ട് ചെയ്യുന്നത്. അതായത് ഒരു റോക്കറ്റിന്റെ മൊത്തവും വെയിറ്റ് ഒരിക്കലും റോഡിലൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല, അത്രയും വലിയൊരു സംഭവം. അപ്പോ പല പാർട്സ് പല സ്ഥലത്ത് വെച്ച് ഉണ്ടാക്കിയിട്ട് വിക്ഷേപണം നടത്തുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് റീഅസംബിൾ ചെയ്ത് കണക്ട് ചെയ്തെടുക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതായത് ഒരു ഹോൾ മെസ്സേജിന് യു ജസ്റ്റ് ഡിവൈഡ് ദാറ്റ് പെർട്ടിക്കുലർ കൺസെപ്റ്റ് ഇൻ ടു ഡിഫറെന്റ് പാക്കറ്റ്സ്. ആ ഓരോ പാക്കറ്റിലും സെൻഡറിന്റെ IP അഡ്രസ്സും ഉണ്ടാകും, റിസീവറിന്റെ IP അഡ്രസ്സും ഉണ്ടാകും. ആ റിസീവറിന്റെ സെൻഡറിന്റെ സിസ്റ്റം ഇരിക്കുന്ന റൗട്ടർ ഏതാണോ അവനായിരിക്കും ആ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ചാനലിലോട്ട് ഇറക്കി വിടുന്നത്. അവിടെ നിന്ന് റിസീവറിന്റെ ആ പാത്തിലൂടെ സഞ്ചരിച്ച് റിസീവറിന്റെ റൗട്ടറിലേക്ക് എത്തും. അവിടെ നിന്നാണ് ആ റിസീവറിന്റെ റൗട്ടർ തന്റെ നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസിനാണ് ഈ പെർട്ടിക്കുലർ പാക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളത് എന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ അദ്ദേഹം അത് IP അഡ്രസ് മാച്ച് ചെയ്യുന്നിടത്ത് അയാൾ ആ പാക്കറ്റ് നോക്കുമ്പോൾ അതിന്റെ ഡെസ്റ്റിനേഷൻ IP അഡ്രസ് നോക്കും. അന്നേരം അത് വെച്ചിട്ടാണ് തന്റെ നെറ്റ്വർക്കിനകത്താണ് ഈ പെർട്ടിക്കുലർ പാക്കറ്റ് പോകേണ്ടതെന്നുള്ളത് അയാൾക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെ അത് വെച്ചിട്ട് അയാൾ ആ പാക്കറ്റിന് ആ അഡ്രസ് പേറി വരുന്ന എല്ലാ പാക്കറ്റ്സിനെയും നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ചാനലിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷം അവരുടെ ആ പാക്കറ്റ്സിന് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഡേറ്റ എല്ലാം കൂടെ റീഅസംബിൾ ചെയ്ത് ഒറിജിനൽ ഫോമിലാക്കി ആ IP അഡ്രസ് ഉള്ള മെഷീനിലേക്ക് കൊടുക്കും. ഇതാണ് നടക്കുന്നത്. ഇതാണ് TCP/IP വർക്കിങ്ങിലൂടെ നടക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ അഭിലാഷ്? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ രണ്ടുപേരും. ഓക്കെ,
അപ്പൊ ഇവിടെ റിലയബിൾ ഡെലിവറി എന്ന് പറയുന്ന ഒരു സംഗതിയാണ് പ്രധാനമായിട്ടും പറയുന്നത്. റിലയബിൾ ഡെലിവറി, TCPക്ക് റിലയബിൾ ഡെലിവറി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് നടക്കുന്നത്. റിലയബിൾ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവര് തമ്മിൽ ഒരു കണക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും. അതായത് ഈ പറയുന്ന സെൻഡറും റിസീവറും തമ്മിൽ പ്രോപ്പർ ആയിട്ട് ഒരു കണക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് അതിനെ റിലയബിൾ ഡെലിവറി എന്ന് പറയുന്നത്. ആ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഡേറ്റ എന്ന് പറയുന്നത് സെൻട്രലിൽ നിന്നും റിസീവറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതായത് ഫെയിലിയർ ആകാത്ത എന്നുള്ള മീനിങ്ങിലാണ് ശരിക്കും റിലയബിൾ എന്നുകൊണ്ട് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? രണ്ടാമത്തത് IP എന്ന് പറയുന്നത് നമുക്കറിയാം അഡ്രസ്സിങ്ങും റൂട്ടിങ്ങും. അഡ്രസ്സിംഗ് എന്ന് വെച്ചാൽ അതിനകത്ത് വരുന്ന ഓരോ മെഷീൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനും എന്തുണ്ടാവണം? IP അഡ്രസ് എന്ന് പറയുന്ന ഒരു സംഗതി കൊടുക്കണം. എന്നാലേ ആ നെറ്റ്വർക്കിനകത്ത് അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തത് റൂട്ടിംഗ്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് സെൻഡറിൽ നിന്നും വരുന്ന ഓരോ മെസ്സേജിനെയും കൃത്യമായിട്ട് റൗട്ടേഴ്സിലൂടെ റിസീവറിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് യു കോൾ ഇറ്റ് ആസ് റൂട്ടിംഗ്. ഓക്കെ, അപ്പൊ രണ്ടും ഒരുപോലെ ഫങ്ഷൻ ചെയ്തിട്ടാണ് ഇന്റർനെറ്റിനകത്ത് നമ്മൾ നടത്തുന്ന എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും സക്സസ്ഫുൾ ആകുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ശരി, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, പിന്നെയും പറയുകയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് മാഷെ. അതിന്റെ വർക്കിംഗ് ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന്. TCP/IP മോഡൽ ഓർഗനൈസസ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ഇൻ ടു എ ലെയർഡ് ഫ്രെയിംവർക്ക് നമ്മൾ പറഞ്ഞു. ലെയർഡ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ OSI റെഫറൻസ് മോഡൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഫിസിക്കലി അതിന് ഒരു 7 ലെയേഴ്സിന്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു. ഇവിടെയും ഡിഫറെന്റ് ലെയേഴ്സിൽ ആണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല. ആ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു വേ എങ്ങനെയാണ് ഡേറ്റ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ 2 പോയിന്റ്സ് ആണ്, ഡേറ്റ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നതും അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഡേറ്റ സെഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ യു ആർ ജസ്റ്റ് ഡിവൈഡിങ് ദാറ്റ് ഹോൾ മെസ്സേജ് ഇൻ ടു ഡിഫറെന്റ് നമ്പർ ഓഫ് പാക്കറ്റ്സ്, അത്രയും. അഡ്രസ്സിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഓരോ പാക്കറ്റിനും അതിനകത്ത് അതിന്റെ ഡെസ്റ്റിനേഷൻ IP അഡ്രസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ റൗട്ടറിൽ നിന്നും അടുത്ത റൗട്ടറിലേക്ക് പോകും. അത് റൂട്ടിംഗ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒരു ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക, സെൻട്രൽ നിന്നും റിസീവറിലേക്ക് പോകാനായിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിച്ച് വളരെ വേഗത്തിൽ ആ പാക്കറ്റ്സിനെ പ്രോപ്പർ ആയിട്ട് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അപ്പൊ അതില് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ റൂട്ടിംഗ് ടേബിൾസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്റെ കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റൂട്ടിംഗ് ടേബിൾസിന്റെ സഹായത്തോടു കൂടിയാണ് ഒരു ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇനി റീ അസംബ്ലി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ജസ്റ്റ് എന്താണ് ആ പെർട്ടിക്കുലർ ഡേറ്റ് നമ്മൾ കണ്ടുപിടിച്ച്, അതായത് അതിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഡേറ്റ എന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ടത്? ആ പാക്കറ്റ്സിനെ പൊട്ടിച്ചിട്ട് വീണ്ടും അതിനെ പഴയ ഫോമിൽ, അതായത് വായിക്കാൻ പറ്റുന്ന രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റീ അസംബ്ലി എന്ന് പറയുന്നത്. നമ്മൾ അവിടെ OSI റെഫറൻസ് മോഡലിൽ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും പ്രസന്റേഷൻ ലെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചായിരുന്നു. അത് വെച്ചിട്ട് ആ ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഓക്കെ ആണോ? ശരി, പഴയ ക്ലാസ്സുകൾ ഒന്ന് കേട്ടോണേ. ഓക്കെ, 2 കമ്പോണൻസ് ആണ് പ്രധാനമായിട്ട് നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ്. 2 കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അതിനകത്തുള്ളത്. ഫസ്റ്റ് വൺ യു കോൾ ദാറ്റ് കൺസെപ്റ്റ് ആസ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, രണ്ടാമത്തത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. പിന്നെ അതിന്റെ കുറച്ചൊരു അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. സ്റ്റാൻഡർഡൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് ഏത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷനിലുള്ള പ്ലാറ്റ്ഫോമിലുള്ള ഡിവൈസ് എന്ന് പറയുന്നതും കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്താൽ പോലും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവരെ തമ്മിൽ ചേർക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ജോലി. ക്ലിയർ ആവുന്നുണ്ട്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പണ്ടത്തെ കാലത്തെ ഒരു സിസ്റ്റം, നിങ്ങൾക്ക് ഒരു പക്ഷെ 90കളിലൊക്കെ ഇറങ്ങിയിരുന്ന പഴയ ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് ഉള്ള സിസ്റ്റത്തിനകത്ത് നമുക്ക് കൊണ്ടുപോയി ഇന്നത്തെ കാലത്തെ പെൻ ഡ്രൈവോ ഡിജിറ്റൽ ഹാർഡ് ഡിസ്ക്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു സംഗതിയൊക്കെ നമുക്ക് കൊണ്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോ അതുപോലെ ആ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്തെ ലാപ്ടോപ്സും PCസും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോസസർ കേപ്പബിലിറ്റി കൂടുതലാണ്, റാം കൂടുതലാണ്, സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലാണ്. അത്തരം കാര്യങ്ങളും ഒരു 30 വർഷം മുമ്പ് ഇറങ്ങിയ കമ്പ്യൂട്ടറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് അവരെ തമ്മിൽ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്യണമെങ്കിൽ പോലും ഇത് രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വേണം. അതുപോലാണ് ആ സെയിം രീതിക്കാണ് TCP/IP വർക്ക് ചെയ്യുന്നത്. അതായത്
രണ്ട് ഡിഫറെന്റ് കോൺഫിഗറേഷൻ ഉള്ള കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ അവർ തമ്മിലുള്ള ആശയവിനിമയം, അതായത് നമുക്ക് ഡിവൈസ് എന്ന് പറയുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതാകാം, ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാത്തതാകാം. കാരണം ഓരോ വ്യക്തിയുടെയും കയ്യിൽ ഇരിക്കുന്ന ഒരു ടാബോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു പി സിയോ, പണ്ടത്തെ കാലത്തെ ഒരു പി സിയോ അതുപോലുള്ള സംഗതികളാണെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു ബാരിയർ എന്ന് പറയുന്ന ഒരു സംഗതി മാറ്റുക. അതാണ് എന്റെ ഉദ്ദേശം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ശരി. റിലയബിൾ ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒരു ഫെയിലിയർ ഇല്ലാതെ പ്രോപ്പർ ആയിട്ട് അതിനെ കൊടുക്കുക. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു പോയിന്റും കൂടെ അവിടെ പറയുന്നുണ്ട്, പ്രിസൈസ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഉള്ള ഡേറ്റ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ ആയിരിക്കണം. ഓക്കെ, അതൊരിക്കലും ഒരു എന്താ പറയുക, അതിനകത്ത് എറേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. എറേഴ്സ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ? കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നോയ്സ് എന്താണ്, എറേഴ്സ് എന്താണ് ഞാൻ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ആ ലെയർഡ് മോഡൽ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ നേരത്തെ പറഞ്ഞ OSI റെഫറൻസ് മോഡൽ പോലെയുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതായത് രണ്ട് മോഡൽസ് ഉണ്ട്. നമ്മൾ റെഫറൻസ് മോഡൽസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ബേസിക്കലി രണ്ട് മോഡൽസ് ആണുള്ളത്. നിങ്ങളുടെ സിലബസിൽ ഒരെണ്ണം മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് മാത്രം പഠിപ്പിച്ചത്. ആദ്യത്തത് നമ്മൾ OSI റെഫറൻസ് മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. രണ്ടാമത്തത് TCP/IP മോഡൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന TCP/IP പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ അത് വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ്. അതുകൊണ്ടാണ് അവിടെ 4 or 5 ലെയേഴ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ബേസിക്കലി 4 ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ നമ്മുടെ OSI റെഫറൻസ് മോഡലിൽ ഫിക്സഡ് ആയിട്ട് നമുക്ക് 7 ലെയേഴ്സ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ റെക്കോർഡഡ് വീഡിയോ നിങ്ങളൊന്ന് കേൾക്കണേ. അതിനകത്ത് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ്, സോറി. പിന്നെ ബാക്ക് ബോൺ ഓഫ് ദ ഇന്റർനെറ്റ് നമ്മൾ പറഞ്ഞു. ഡേറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ എന്ത് വേണം? TCP/IP എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ഓക്കെ, അത്രയും ക്ലിയർ ആണോ? TCP